പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ നാള് 13-ാം നൂറ്റാണ്ട് വരെ പ്രത്യേകമായിട്ട് ആഘോഷിച്ചിരുന്നില്ല. അത് പരമ്പരാഗതമായി കണക്കാക്കി പോന്നിരുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. കാരണം അന്ന് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. എന്നാൽ ഈശോ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് 13-ാം നൂറ്റാണ്ട് മുതൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആരംഭിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഒന്ന്, പെസഹ വ്യാഴാഴ്ച അനവധി കാര്യങ്ങൾ അനുസ്മരിക്കുന്നു. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ പാഠം ക്രൈസ്തവരെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ പൗരോഹിത്യം സ്ഥാപിക്കുന്നു. ഈശോ പെസഹ ആചരിച്ചു കഴിഞ്ഞ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ഗെത്സമനി തോട്ടത്തിൽ ഈശോ വളരെ വ്യാകുലപ്പെട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുന്നത് കൊണ്ട് പിന്നീട് ഒരു ദർശനം സെയിന്റ് ജൂലിയാന എന്ന സന്യാസിനിക്കുണ്ടായി. അവളുടെ ചെറുപ്പത്തിൽ അവളും അവളുടെ സഹോദരിയും അനാഥരായ കുട്ടികളായിരുന്നു. സിസ്റ്റേഴ്സ് എടുത്ത് വളർത്തി പിന്നീട് അവളും സിസ്റ്ററായി. അങ്ങനെ അവൾക്ക് 1208 ലഭിച്ച ഒരു ദർശനത്തിലൂടെയാണ് ഈ തിരുനാളിനുള്ള കാരണമായി തീരുന്നത്. ഉടനെ ആ തിരുനാൾ അംഗീകരിച്ചില്ല. കാരണം അത് അവളുടെ ബിഷപ്പിനോടും മറ്റ് സഭാ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും സഭ പെട്ടെന്ന് അംഗീകരിക്കുകയില്ല. പിന്നീട് 1246 ഈ ബെൽജിയത്തിലെ അവളുടെ രൂപതയിൽ അത് അംഗീകരിച്ചത്. അതിനുശേഷം 1263 മറ്റൊരു അത്ഭുതം ഇറ്റലിയിലെ ബോൾസേനായിലുണ്ടായി. അവിടെ ഒരു സന്യാസ വൈദികൻ അദ്ദേഹം ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നാലും മാനുഷികമായ ഒരു സംശയം, ഞാനിങ്ങനെ കർത്താവിൻ്റെ വാക്യങ്ങൾ പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ അപ്പം ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നുണ്ടോ? അങ്ങനെ പലപ്പോഴും ആ സംശയം അദ്ദേഹത്തിന് നിലനിന്നു. എന്നാൽ ഒരു പ്രാവശ്യം കുർബാന അർപ്പിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വേഴ്സ് പറയുമ്പോൾ അത് ശരിക്കും ആ അപ്പം മാറി മാംസമായി, അതുപോലെ തന്നെ ആ വീഞ്ഞ് മാറി രക്തമായി ബാഹ്യമായി തന്നെ കാണപ്പെട്ടു. അത് പിന്നീട് അനവധി ഗവേഷണങ്ങൾക്ക് വിധേയമായി AB രക്തത്തിൽപ്പെട്ട ബ്ലഡ് ആയിരുന്നു. അത് ടൂറിനിലെ ഈശോയുടെ തിരുശരീരം പൊതിഞ്ഞ വസ്ത്രത്തിലും ഐഡന്റിഫൈ ചെയ്തത് AB ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡാണ്. ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷമാണ് പിറ്റേ വർഷം 1264 കൂർബൻ 4-ാമൻ മാർപ്പാപ്പ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയുടെ തിരുനാള് ആരംഭിച്ചത്. ഇനി വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ബൈബിളിലെ ആദ്യത്തെ ഭാഗം മുതൽ അവസാനത്തെ ഭാഗം വരെ പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ചില സിംബളിസംസ് ഉണ്ട്. ഒന്നാമത്തേത് ജീവന്റെ വൃക്ഷമാണ്. അതായത് ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളുടെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവൻ പ്രദാനം ചെയ്യുക. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഇവരോട് നിന്നാൽ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാപാവസ്ഥയിലായിരിക്കും അവരെല്ലാ കാലവും ജീവിക്കുക. അതുകൊണ്ട് ഈശോ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകനായ ഈശോ മിശിഹ മറ്റൊരു ജീവന്റെ വൃക്ഷം സ്ഥാപിക്കുന്നു. അതാണ് നമ്മൾ അതുമായി കാണുന്ന കുരിശ്. ഈ കുരിശ് ജീവൻ നൽകുന്ന വൃക്ഷമാണ്. കാരണം അതിലാണ് ഈശോ തന്റെ ശരീരവും രക്തവും ലിറ്ററലായിട്ട് വിഭജിക്കുന്നത്. അവസാന ഹൃദയം വരെ കുത്തി തുറന്ന് ആ രക്തത്തിലെ അവസാനത്തോടെ രക്തം വരെ ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം മാംസവും സ്വന്തം രക്തവും നൽകുന്ന ജീവൻ നൽകുന്ന അപ്പമായിട്ട് ഈശോ മാറുന്നത്, അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഗാഗുൽത്തായിലാണ്. ഇനി ആദ്യത്തെ നമ്മൾ കാലഘട്ടം മുതൽ എടുക്കുമ്പോൾ 2 തരത്തിലുള്ള ബലികളാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്നത്. ഒന്ന് കായന്റെ ബലിയും മറ്റൊന്ന് ആബേലിന്റെ ബലിയും. കായന്റെ ബലി വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സമർപ്പണമാണ്, അതായത് കർഷകരുടെ ബലി സമർപ്പണമാണ്. ആബേലിൻ്റേത് ഇടയന്മാരുടെ അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നവരുടെ ബലിയാണ്. ഇതിന് ദൈവത്തിന് രണ്ടും ആവശ്യമാണെന്നെങ്കിൽ സ്വീകാര്യമാണെങ്കിലും കായന്റെ ബലി കായന്റെ മനോഭാവം ഉണ്ടാകും എന്താണെന്ന് പറയുന്നില്ല. ദൈവത്തിന് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആബേലിൻ്റെതായിരുന്നു. അതുകൊണ്ടാണ് അസൂയ കൊണ്ട് കായൻ ആബേലിനെ കൊല്ലുക. മറ്റൊന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് മെൽക്കീസേദെക്കിനെ കുറിച്ചാണ്. അതായത് പൂർവ്വപിതാവായ അബ്രാഹാം അദ്ദേഹത്തിന്റെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വരുന്ന അവസരത്തിൽ അദ്ദേഹം ജെറുസലേമിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പുരോഹിതനും രാജാവുമായ മെൽക്കീസേദെക്കിനെ കാണുന്നു. അദ്ദേഹം ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. അതുകൊണ്ടാണ് മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ആയിട്ടുള്ള പുതിയ പുരോഹിതനായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുക. കാരണം ഈശോ വലിയ മൃഗങ്ങളെ മാത്രമല്ല
അല്ലെങ്കിൽ തൻ്റെ ജീവൻ തന്നെ കുഞ്ഞാടായിട്ട് ബലിയർപ്പിക്കുക മാത്രമല്ല അപ്പവും വീഞ്ഞും അതിൻ്റെ പ്രതീകമാക്കി മാറ്റുകയും ചെയ്യുന്നു. മറ്റൊന്ന് പഴയ നിയമത്തിലെ മറ്റൊന്നാണ് മന്ന. അതായത് 40 സംവത്സരക്കാലം മരുഭൂമിയിലൂടെ ഈ വലിയൊരു ജനാവലി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അവിടെ മരുഭൂമിയിൽ ഒട്ടും ആഹാരവും കിട്ടാനില്ല. അപ്പോഴാണ് ദൈവം അതിരാവിലെ സീരിയൽ പോലെയുള്ള മന്ന പൊഴിച്ചു കൊടുക്കുന്നു. അത് സമീകൃത ആഹാരമാണ്. വൈകുന്നേരം കാടപ്പക്ഷിയെ കൊടുക്കും. അങ്ങനെ ദൈവമാണ് സ്വർഗത്തിൽ നിന്നും അവർക്ക് മന്ന പൊഴിച്ച് അവരുടെ ശാരീരികമായ പോഷണം നൽകിക്കൊണ്ടിരുന്നത്. ഈശോ പറയുന്നു, നിങ്ങളുടെ പൂർവികന്മാർ മന്ന ഭക്ഷിച്ചു, പക്ഷെ മരിച്ചു. കാരണം അത് ശാരീരികമായ ഭക്ഷണമാണ്. എന്നാൽ ഞാൻ കരുതുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന നിത്യജീവൻ നൽകുന്ന മന്നയാണ്. ഈ മന്ന ഭക്ഷിച്ചാൽ നിങ്ങൾ എക്കാലവും ജീവിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഡബിൾ മീനിങ് ബൈബിളിലുണ്ട്. അതായത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഭൗതികമായ ഈ ലോക ജീവിതം, മറ്റൊന്ന് നമ്മുടെ ആത്മാവിന്റെ നിത്യജീവൻ വരുവാനിരിക്കുന്ന ലോകം. അപ്പൊ അതുകൊണ്ട് ഈശോ മന്നായുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്, ഇതിന്റെ കോൺട്രാസ്റ്റിലാണ്. അത് ശാരീരികമായ ഭക്ഷണം, ഇത് ആത്മീയമായ ഭക്ഷണവുമാണ്. ദൈവം നമുക്കും ആത്മീയമായ ഭക്ഷണവും ശാരീരികമായ ഭക്ഷണവും നൽകിയാണ് നമ്മളെ പരിപോഷിപ്പിക്കുന്നത്. കാരണം ദൈവം നമുക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോകും. ഇനി മറ്റൊന്ന്, നമ്മൾ ജെറുസലേം ദേവാലയത്തിലോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന കൂടാരത്തിലോ ദൈവത്തിന്റെ നിയോഗപ്രകാരം സൂക്ഷിച്ചിരുന്ന ചില സാധനങ്ങളുണ്ട്. അതായത് മന്നയെ ഒരു പാത്രത്തിലാക്കി അത് അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കുവാൻ പറഞ്ഞിരുന്നു. അത് ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ആഹാരത്തിന്റെ ഭാഗമാണ്. അതുപോലെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം സക്രാരിയിൽ ഈ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മന്ന നമ്മൾ ഭക്ഷിച്ച ശേഷം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. മറ്റൊന്ന് വിശുദ്ധ സ്ഥലത്ത്, അത് വിശുദ്ധ സ്ഥലം കൂടാതെ വിശുദ്ധ സ്ഥലത്ത് അവിടെ 2 മേശയുണ്ടാകും. 2 സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഈ 2 മേശകളിലായി 6 അപ്പം വീതം 12 അപ്പം സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് പുരോഹിതന്മാർ തന്നെ പാകം ചെയ്ത് അത് വിശുദ്ധ ദേവാലയത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ പാകം ചെയ്ത് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ഒരാഴ്ച കഴിയുമ്പോൾ പുരോഹിതന്മാർ തന്നെ ശാബത ദിവസത്തിൽ അതെടുത്ത് ഭക്ഷിക്കുകയും പുതിയ അപ്പം തിരിച്ചു വെക്കുകയും ചെയ്യും. അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെ പ്രതിഫലമായിട്ടാണ് അത് സമർപ്പിക്കുക. ഇനി പെസഹ ആചരിക്കുമ്പോൾ ഈശോ ദൈവം അവരോട് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആടിനെ കൊന്ന്, കളങ്കമില്ലാത്ത ആടിനെ, 1 വയസ്സ് പ്രായമുള്ള മുട്ടാടിനെ കൊന്ന് അതിന്റെ രക്തമെടുത്ത് കെട്ടിടപ്പടിയുമേൽ മേൽപ്പടിയുമേൽ കഴിക്കണം. രക്തം നിങ്ങൾ കുടിക്കാൻ പാടില്ല. അത് ദൈവത്തിന് സമർപ്പിക്കുക. അത് നിങ്ങളെ ഭവനങ്ങൾ തിരിച്ചറിയുവാനുള്ള അടയാളമായിരിക്കും. എന്നാൽ മാംസം നിങ്ങൾ ചുട്ട് നിങ്ങൾ ഭക്ഷിക്കണം. അതോടൊപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഒരാഴ്ചത്തേക്ക് കഴിക്കണം. അതുപോലെ തന്നെ പെസഹയുടെ ആചരണത്തിന്റെ ഭാഗമാണ് വീഞ്ഞ്. കാരണം പിന്നീട് അവര് മുന്തിരിച്ചെടികൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുന്തിരിയുടെ ചാറും അതുപോലെ തന്നെ ബ്രെഡ്, അതുപോലെ ഈ ആടിനെ കൊന്നത്, ഇത് 3ഉം ദേവാലയത്തിലെ ബലിയർപ്പിക്കുന്ന ഭാഗങ്ങളാണ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. കാരണം സന്ധ്യ അത്താഴ വേളയിൽ വെറും അത്താഴം കഴിക്കലല്ല, പെസഹ ആചരണമാണ്. ആ പെസഹ ആചരണത്തിന് ഈശോ ആടിന്റെ ചുട്ടു കൊണ്ടുവന്ന് കഴിച്ചോ എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിലും പെസഹായ്ക്ക് ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങളിൽപ്പെട്ടതാണ്. അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്രതീകാത്മകമല്ല. അതോടൊപ്പം തന്നെ വീഞ്ഞെടുത്ത് വാഴ്ത്തിയിട്ട് ഇത് എൻ്റെ രക്തമാണ്. അതായത് ഒരു റിയൽ പ്രസൻസ്, ഒരു ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ആണ് അവിടെ നടക്കുക. അതുപോലെ തന്നെ രക്തത്തെക്കുറിച്ച് ഈശോ വിശേഷിപ്പിക്കുന്നുണ്ട്, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. കാരണം പഴയ നിയമകാലത്ത് രക്തത്തിലാണ് ഉടമ്പടി ചെയ്തിരുന്നത്. ആ രക്തത്തിലുള്ള ഉടമ്പടി, അതായത് സർക്കംസിഷൻ, അബ്രാഹവും ഇസ്ഹാഖിനെയും ഇസ്മായിലും ഒക്കെ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്നത് പരിച്ഛേദനത്തിലൂടെയാണ്, രക്തം ചിന്തിക്കൊണ്ടാണ്. പിന്നീട് അങ്ങോട്ടുള്ള മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതും മനുഷ്യന്റെ രക്തത്തിന് പകരമായിട്ട് മൃഗത്തിന്റെ രക്തം ജീവനെയാണ് പ്രതിദാനം ചെയ്യുക. അപ്പൊ ആ ഉടമ്പടിയാണ് ഈശോ പറയുക. അതോ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി. അതാണ് എന്തുകൊണ്ടാണ് ഈശോ എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടാത്തത്? അതിന്റെ കാരണം ഇത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നമ്മൾ ഇതിനകത്ത് വിശ്വാസമില്ല എങ്കിൽ, അല്ലെങ്കിൽ അയോഗ്യതയോടെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ നമ്മളത് സ്വീകരിക്കുവാൻ അർഹരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വലിയ ദാനമാണ്. പരിശുദ്ധ ദുഃഖത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഈശോയുടെ സാന്നിധ്യം ഒരു അപ്പത്തിന്റെ രൂപത്തില് അല്ലെങ്കിൽ വീഞ്ഞിന്റെ രൂപത്തില് മനസ്സിലാക്കുക എന്നുള്ളത്. അത് പല ആളുകളും റിച്വലായിട്ട് നമ്മൾ
മന്ത്രയ്ക്കൊക്കെ അപ്പവും പഴവും ഒക്കെ എടുത്ത് കഴിക്കുന്ന പോലെ വന്ന് കയ്യിൽ നീട്ടി കുർബാന സ്വീകരിച്ചുകൊണ്ട് പോകും. പക്ഷേ വേണ്ടത്ര ഒരുക്കമില്ലാതെ, വേണ്ടത്ര വിശ്വാസമില്ലാതെ ആണ് ഞങ്ങളെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ കുർബാന സ്വീകരണം കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അയോഗ്യതയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മുടെ നാശത്തിനാണ് കാരണമാവുക. ഇനി എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുക? പരിശുദ്ധ ദൃത്വത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള രഹസ്യവും വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഞാൻ ചിലപ്പോഴൊക്കെ സംശയങ്ങൾ വരുമ്പോൾ പണ്ടൊക്കെ ഗൂഗിളിനോടാണ് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടാണ് ചോദിക്കുക. ഇപ്പം ഞാൻ ചോദിച്ചൊരു ഉദാഹരണം പറയാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് തന്നെ ചോദിച്ചു, ഈ ആളുകളോട് പറയുമ്പോൾ ഈ പരിശുദ്ധ കുർബാന എങ്ങനെ, ദൈവം സ്വർഗത്തിലായിരിക്കുക, ഇവിടെ ഭൂമിയിൽ അപ്പം എങ്ങനെയാണ് ഈശോയുടെ ശരീരവും രക്തമായി മാറുന്നത്? അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം ഇതാണ്, ഇത് സൂര്യനോട് ഉപയോഗിക്കാം. സൂര്യൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരത്തായിരിക്കുന്നത്, പക്ഷേ ആ സൂര്യന്റെ ശക്തിയിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുക. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാതെ പോയാൽ മനുഷ്യവംശം മുഴുവൻ നശിക്കും. അപ്പൊ ആ സൂര്യന്റെ കിരണങ്ങൾ ഈ ഭൂമിയിലേക്ക് വരികയാണ്. ആ ഭൂമിയിലേക്ക് അത് വളരെയേറെ കൺവേർഷൻസ് ഈ ഭൂമിയിലെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ മുഴുവൻ നടത്തുന്നത് ഈ സൂര്യന്റെ സ്വാധീനം കൊണ്ടാണ്. നമ്മുടെ ഈ സൂര്യന്റെ സ്വാധീനം കൊണ്ടാണ് വെജിറ്റേറ്റീവ് ലൈഫിലെ ഫോട്ടോസിന്തസിസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. മൃഗങ്ങളുടെ വളരെയേറെ കാര്യങ്ങൾ ഈ സൂര്യപ്രകാശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ മൈറ്റിങ്, അവരുടെ വൈറ്റമിൻ ഡി, അവരുടെ രോഗപ്രതിരോധ ശക്തി. മനുഷ്യനെ സംബന്ധിച്ചും കുറച്ചൊക്കെ വെയിൽ കൊള്ളണം, കാരണം വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമാണ്, രോഗപ്രതിരോധ ശക്തിക്ക് ഇത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് സൂര്യൻ ഉദിക്കാതെ അല്ലെങ്കിൽ സൂര്യനെ കാണാതെ സൂര്യന്റെ ശക്തി ഇല്ല എങ്കിൽ ഒട്ടുപിടിക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെയേറെ സ്വാധീനമുണ്ട്. അപ്പം സൂര്യപ്രകാശം നമുക്ക് പ്രകാശം തരുന്നുണ്ട്, ചൂട് തരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിദൂരം തരുന്നുകൊണ്ട് ദൈവത്തിന്റെ സ്വാധീന വലയത്തിലാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒരുപക്ഷെ ഒരു മെറ്റല് കണ്ടു, ആ മെറ്റലിന് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ, നമുക്ക് കറണ്ട് കമ്പിയുണ്ട്, ചിലപ്പോൾ കറണ്ട് കാണും, ചിലപ്പോൾ കറണ്ട് ഇല്ല, നമുക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അദൃശ്യമായിട്ടുള്ള ആ ഇലക്ട്രിസിറ്റി ആ മെറ്റലിനെ പൂർണ്ണമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു വലിയ സ്വാധീനം. ഒരു മനുഷ്യന് മരിച്ചു കിടക്കുന്നു, അവന് ഉറങ്ങുകയാണോ മരിച്ചതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവനെ കൊണ്ടു നോക്കണം, അവന് ശ്വസിക്കുന്നുണ്ടോ, അവൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ മരിച്ച ഉടനെ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. കോവിഡ് വന്നപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങളില്ല, പക്ഷെ നമുക്ക് കോവിഡ് ഉണ്ട്, കാരണം നമ്മൾ വൈറസിനെ കാണുന്നില്ല. അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ്. അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞു, ഈശോ നമ്മളെ പഠിപ്പിച്ചു, സഭ നമ്മളെ പഠിപ്പിച്ചു. ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും നമുക്ക് ഭൗതികവും ആത്മീയവുമായ പോഷണം നൽകുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനും അതോടൊപ്പം തന്നെ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കും.